തിരുവനന്തപുരം നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികളുടെ പ്രതിഷേധം. നഗരസഭാ കവാടത്തിന് മുകളിൽ കയറിയാണ് തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നത്. ഇന്നു മുതൽ സമരം ശക്തമാക്കുമെന്ന് ശുചീകരണ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ചന്തു ചന്ദ്രശേഖറുണ്ട് വിശദാംശങ്ങളുമായി. ചന്തു, എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഈ ശുചീകരണ തൊഴിലാളികൾ സമരം നടത്തുന്നത്? അതിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ മുന്നിൽ ശുചീകരണ തൊഴിലാളികൾ സമരം തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ലേബർ കമ്മീഷണറുമായും മന്ത്രി വി ശിവൻകുട്ടിയുമായും മേയർ ആര്യ രാജേന്ദ്രനുമായൊക്കെ ഒരു ചർച്ച ഇവർ നടത്തിയിരുന്നു. ഈ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ ഇവർ തീരുമാനിച്ചിരുന്നത്. പ്രധാനമായും ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 ശുചീകരണ തൊഴിലാളികളാണ് തിരുവനന്തപുരം നഗരസഭയുടെ കവാടത്തിന് മുന്നിൽ കയറി പ്രതിഷേധിക്കുന്നത്. നഗരസഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രധാനപ്പെട്ട 2 കവാടങ്ങൾക്ക് മുകളിലാണ് 2 തൊഴിലാളികൾ വീതം ഇപ്പോൾ കയറിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചിരുന്നു. നേരത്തെ തന്നെ ഇവർ ഈ നഗരസഭയുടെ തൊട്ടു മുന്നിലുള്ള മരത്തിന് മുകളിലൊക്കെ കയറി പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് മുതൽ സമരം ശക്തമാക്കുമെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ഇവർ മാലിന്യം ശേഖരിച്ചു വരുന്ന വാഹനങ്ങൾ അത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കാരണമൊന്നും കൂടാതെ പിടിച്ചെടുക്കുന്നു, വലിയ തരത്തിലുള്ള പിഴ ചുമത്തുന്നു എന്ന ഒരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ ഈ ഹരിതകർമ്മസേന പ്രവർത്തകർ മാലിന്യം കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ശുചീകരണ തൊഴിലാളികളെ വേണ്ട തരത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്ന കോർപ്പറേഷൻ പരിഗണിക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ഇടത് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഒരു പിന്തുണയോട് കൂടിയാണ് സമരം ആരംഭിച്ചത്. പക്ഷേ സമരത്തിൻ്റെ ഗതിയൊക്കെ മാറിയപ്പോൾ അത്തരത്തിലുള്ള പിന്തുണ ഇപ്പോൾ അവർക്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളി യൂണിയൻ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ ഈ നഗരസഭയുടെ കവാടത്തിന് മുന്നിൽ കയറി പ്രതിഷേധിക്കുന്നത്. ആംബുലൻസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സ് വാഹനവും ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ അനുനയിപ്പിച്ച് താഴേക്ക് ഇറക്കുന്നതിനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് നഗരത്തിൽ രാവിലെ മുതൽ ചെറിയ ചാറ്റൽ മഴയുണ്ട്. മഴ തുടർന്നാൽ ഇവർക്ക് മുകളിൽ തുടരുക അനായാസമാകും. അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തും. അപ്പോൾ അതിനു മുൻപ് തന്നെ ഇവരെ അനുനയിപ്പിച്ച് താഴേക്ക് ഇറക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും സമരം ശക്തമാക്കുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ചർച്ച പരാജയപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി തൊഴിലാളികൾ ഇപ്പോൾ ഈ നഗരസഭാ കവാടത്തിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നു. ശരി, ചന്തു ചന്ദ്രശേഖറാണ് വിശദാംശങ്ങൾ നൽകിയത്.